റഷ്യയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ യുക്രൈന് നൽകുന്നത് അമേരിക്ക നിർത്തിയാൽ ഇറാനുമായി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നത് നിർത്താൻ ക്രെംലിൻ വാഗ്ദാനം ചെയ്തതായി അവകാശപ്പെട്ട മാധ്യമ റിപ്പോർട്ട് നിഷേധിച്ചു മോസ്കോ. കഴിഞ്ഞ ആഴ്ച മിയാമിയിൽ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരേഡ് കുഷ്നർ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രതിനിധി കിറിൽ ദിമിട്രിവ് ഇന്റൽ പങ്കിടരുതെന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി US മാധ്യമ സ്ഥാപനമായ പൊളിറ്റിക്കോയിലെ ഒരു റിപ്പോർട്ട് അവകാശപ്പെടുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചതിനു ശേഷം അവരുമായി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിട്ട US ഈ നിർദ്ദേശം നിരസിച്ചുവെന്ന് US-റഷ്യ ചർച്ചകളെക്കുറിച്ച് പരിചയമുള്ള രണ്ടുപേരെ ഉദ്ധരിച്ച് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും വെള്ളിയാഴ്ച എക്സിലെ ഒരു പോസ്റ്റിൽ ദിമിട്രിവ് ഈ റിപ്പോർട്ടിനെ വ്യാജമെന്ന് മുദ്രകുത്തി. റിപ്പബ്ലിക്കൻ നിയമസഭാംഗമായ അന്ന പൗളിന ലൂണ പൊളിറ്റിക്കോയെ വിമർശിച്ചു. അത് യുക്രൈനിലെ യുദ്ധ അനുകൂല യന്ത്രത്തിന്റെ വക്താവാണെന്ന് പറഞ്ഞു. അവർക്ക് വൈറ്റ് ഹൗസിലേക്കോ റഷ്യയുമായുള്ള ആഭ്യന്തര ചർച്ചകളെക്കുറിച്ചോ സമാധാന ചർച്ചകളെക്കുറിച്ചോ ഉള്ള ഒരു വിവരങ്ങളിലേക്കോ പ്രവേശനമില്ല. റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങളെ ദയവായി പരിഗണിക്കുക എന്നും അവർ എക്സിൽ എഴുതി. അമേരിക്കയും ഇസ്രയേലിനുമെതിരെ യുദ്ധത്തിനിടെ റഷ്യ ഇറാന് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറിയതായി അമേരിക്കൻ പത്രമായ ദ വാഷിംഗ്ടൺ പോസ്റ്റ് ഈ മാസം ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. മിഡിൽ ഈസ്റ്റിലെ US യുദ്ധക്കപ്പലുകളുടെയും വിമാനങ്ങളുടെയും സ്ഥാനങ്ങൾ ഇന്റലിന് ഉൾപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും ക്രെംലിൻ ഈ റിപ്പോർട്ട് നിഷേധിച്ചിരുന്നു. ഫെബ്രുവരി 28-ന് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം റഷ്യ ഇറാന് മാനുഷിക സഹായം അയച്ചിട്ടുണ്ട്. എന്നാൽ ഇറാന് എന്ത് പിന്തുണയാണ് വാഗ്ദാനം ചെയ്തതെന്ന് പരസ്യമായി പ്രതികരിക്കാൻ വിസമ്മതിച്ചു. യുക്രൈനിലെ യുദ്ധസമയത്ത് റഷ്യയുടെ പ്രധാന സഖ്യകക്ഷികളിൽ ഒന്നായി ഇറാൻ ഉയർന്നു വന്നിട്ടുണ്ട്. സംഘർഷത്തിന്റെ തുടക്കത്തിൽ യുക്രൈനിയൻ നഗരങ്ങളിൽ വെടിവെക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് മോസ്കോയ്ക്ക് ഡ്രോണുകൾ നൽകിയതായി റിപ്പോർട്ടുണ്ട്. അതേസമയം മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ റഷ്യ ഇറാനുമായി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവച്ചാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്തുഷ്ടനാകില്ല എന്ന് വൈറ്റ് ഹൗസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ തങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് സംഭവിക്കില്ലെന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്ന സന്ദേശം റഷ്യയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ പ്രത്യേക ദൂതൻ വിറ്റ്കോഫും പറഞ്ഞു. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ഒരു ബ്രീഫിംഗിൽ പറഞ്ഞു. അമേരിക്കൻ സൈനികരെയും സ്വത്തുക്കളെയും ലക്ഷ്യമിടാൻ ടെഹ്റാനെ സഹായിക്കുന്നതിന് റഷ്യ ഇറാന് വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിസാരമാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇറാനിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ അവർക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം സഹായിക്കുന്നില്ല എന്ന് അദ്ദേഹം മാർച്ച് 8-ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ടെഹ്റാനുമായി ഇന്റലിജൻസ് പങ്കിടുന്നത് നിഷേധിക്കുമ്പോൾ മോസ്കോയുടെ വാക്കുകൾ വിശ്വസിക്കണമെന്ന് റഷ്യയുമായും ഇറാനുമായും US ചർച്ചകൾക്ക് സമീപ മാസങ്ങളിൽ നേതൃത്വം നൽകിയ വിറ്റ്കോഫ് പറഞ്ഞിരുന്നു. ഞാനൊരു ഇന്റൽ ഓഫീസല്ല, അതിനാൽ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. റഷ്യക്കാർ ഇന്റൽ വിവരങ്ങൾ പങ്കിടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിറ്റ്കോഫ് US വാർത്താ ചാനലായ NBCയോട് പറയുകയായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.